ഞാൻ നാരായണൻ നായർ, ബാലചന്ദ്രന്റെ അമ്മാവനാണ്. ഇത് ബാലചന്ദ്രന്റെ അച്ഛൻ രാഘവൻ നായർ. ഈ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളും ഈ നാട്ടിലെ സുഹൃത്തുക്കളുമാണ്. തഹസിൽദാരെ അറിയാലോ, ഇദ്ദേഹം വാരര്, ഇത് അപ്പുണ്ണി, ഇത് സഹദേവൻ, അത് ഗൗതമൻ. ബാലചന്ദ്രനെ അറിയാലോ. ഇവൻ പറഞ്ഞ് കഥകളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങയുടെ മകൾ അരുന്ധതിയെ പെണ്ണ് ചോദിക്കാൻ മാത്രമല്ല ഞങ്ങൾ വന്നത്. ഇവന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവനാലുണ്ടായിട്ടുള്ള സകല മനോവധകൾക്കും ഞാനും മേനോനോട് മാപ്പ് ചോദിക്കുന്നു. സ്നേഹമുള്ള മനസ്സുകളെ പിരിക്കരുത്. ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ. തഹസിൽദാരിക്കൂ, ഇരിക്കൂ, വാരിക്കൂ, ഇരിക്കൂ. ഞാൻ പേര് പറഞ്ഞു, ഗൗതമൻ. ഗൗതമൻ ഇരിക്കൂ. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ നിന്നെ വല്ലാതെ ബോധിച്ചു. നീ സമർത്ഥനാണ്, ശരിയായ ആൺകുട്ടി. ഇവൻ വളരെ നല്ലവനാണെന്നാ അവളുടെ അമ്മ എന്നോട് പറഞ്ഞത്. അവളാണെങ്കിലോ എന്നോട് വാശി പിടിച്ച് ഒരുപാട് ദിവസം പട്ടിണി കിടന്നു, ഒരുപാട് തല്ലുകൊണ്ടു, പരിച്ചു കിടന്നു. എന്താ ചെയ്യാ, ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുടെ ഓരോ തമാശകളെ. അവളെ വിളിക്കടാ. മോളെ, ഇതാണ് എന്റെ മകള് അരുന്ധതി. ഇവള് എന്റെ രണ്ടാമത്തെ ഭാര്യ രാജലക്ഷ്മി. ഇവളുടെ ഏട്ടത്തിയായിരുന്നു എന്റെ ആദ്യ ഭാര്യ. അവള് പക്ഷപാതം വന്ന് മുമ്പേ മരിച്ചു. അതിലെനിക്ക് 3 ആൺമക്കളുണ്ട്. അവരായി നിൽക്കുന്നത്. ഇവരൊക്കെ കൂടി ഇവന് വേണ്ടി നിന്റെ മോളെ ചോദിക്കാൻ വന്നതാ. മോള് പറ, ഇവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മോള് ബഹളം വെച്ചത് സത്യം പറഞ്ഞാൽ വെറുമൊരു തമാശക്കല്ലേ? മോക്കിവനെ അത്രക്കിഷ്ടാണോ? പറ മോളെ, സത്യം പറ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അത് കേൾക്കാനല്ലേ ഞങ്ങളൊക്കെ വന്നത്. എനിക്കിഷ്ടാണ്. അങ്ങനെ പറ. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ ധൈര്യം വേണം. ഇത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖം എന്റെ മേലേ. അതെ നായരെ, കേൾക്കാൻ നല്ല സുഖ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാനും നല്ല രസ. ഇവർക്ക് ഇവനെ ഇഷ്ടാ. ഇവരെ മാത്രമേ കല്യാണവും കഴിക്കൂ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു കല്യാണം ഇവക്ക് വേണ്ടെങ്കിൽ എനിക്ക് സങ്കടമില്ല. ഇവള് കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് ഭൂമി പൊട്ടിത്തെറിക്കുവോ നായരെ? അല്ല മേന്നെ, കുറെ മഹാന്മാരെയും കൂട്ടി വന്നാല് പഠിക്കല മേനം കാക്കൽ വീഴുമെന്ന് വിചാരിച്ചോ? എന്റെ മോളെ ഇവന് ഞാൻ കൊടുക്കില്ല. അതിനവള് വാശി പിടിച്ചാൽ വെട്ടി നുറുക്കും ഞാൻ. കേറി പൊടിയാത്ത. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇറങ്ങി പോണുണ്ടോ എല്ലാരും? ആരും പോവരുത്. ഞാൻ അവളുടെ അമ്മയാണ്. എന്റെ മോളെ ബാലചന്ദ്രന് വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. പോവരുത് മോനെ, പോവരുത്. പോയ പിന്നെ എന്റെ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. എന്നാലും ഒരു 4 വർത്തമാനം പറയാതെ ഇറങ്ങിപ്പോന്നത് ശരിയായില്ല. നമ്മുടെ മുഖത്തല്ലേ അയാൾ കാർക്കിച്ച് തുപ്പിയത്? അയാളൊരു രാക്ഷസനാണ് കപൂലമാ. ഭാര്യര് കൊണ്ടുവന്ന തഹസീൽദാരാ രാക്ഷസനെ കണ്ട ആദ്യം ഓടിയത്. എന്നാലും എന്നോട് ഇങ്ങനെ പറയാൻ അവനാര് കടവുൾ കിടന്നു. അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവന്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കണം ബാലേന്ദ്ര. വണ്ടി നിർത്ത്. ബാലേന്ദ്ര എങ്ങോട്ടാ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി നിങ്ങൾ പോയാൽ മതി. എനിക്കിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് പണിയുണ്ട്. നീ അവിടെ നില്ല് ബാല. ഗൗതമേട്ടൻ വഴി വിട്. അതെയോ?
ഇവരിത് എങ്ങോട്ടാ പോണേ? അരുന്നതി രക്ഷിക്കുന്ന ഒരു വാക്ക് കൊടുത്താൽ ബാലേന്ദ്രൻ രക്ഷിച്ചിരിക്കും. ഇവിടെ ഞാൻ കൊണ്ടുപോവുക, ഒരുമിച്ച് ജീവിക്കാൻ. പറഞ്ഞേക്ക് പഠിക്കല മേനോട്. വാ. വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഇവളെ തനി വിട്ടോളാൻ മനസ്സും വരുന്നില്ല. അമ്മ എന്നെ ശ്രദ്ധിക്കരുത്. വേഗം രക്ഷപ്പെട്ടോളൂ. അവര് നമ്മളെ തേടി വരാതിരിക്കില്ല. എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിലും വേണ്ട, ഏട്ടന്മാരെ അച്ഛനെ ഒന്നും ചെയ്യരുത്. പിടിക്കും തോന്നിയ എന്നെ ഒഴിവാക്കി ഓടിക്കൊള്ളും. എന്നാലും അവരെ ഒന്നും ചെയ്യരുത്. നീ പേടിക്കണ്ട, ഞാൻ അവരെ ഒന്നും ചെയ്യില്ല. അത് തന്നെയാണോ തോന്നുന്നത്? ഒന്ന് വേഗം വിട്. ഏട്ടന്മാര് വണ്ടി നിർത്തോ? ഇറങ്ങി വണ്ടി നിർത്തോ? നിർത്തേ പറഞ്ഞു. കേറി നോക്കണ. വേഗം ഇറങ്ങി പോണതാണ്. മാറി വെക്കണോ? എന്നിട്ട് അവരെ കാണാനില്ല. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. അവരങ്ങനെ നമ്മുടെ രക്ഷപ്പെട്ടു പോകും. നീ ജീവിക്കരുത്. ചിറ്റപ്പൻ ഒന്നും പറഞ്ഞില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ഇനി ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കുന്നതല്ലേ ബുദ്ധി? ആവേശം കാണിച്ച് ചാടി പുറപ്പെട്ടതുകൊണ്ടായില്ല. ഈ ചാട്ടത്തിന് നിയമപരമായി ഒരു സാധ്യതയില്ല. അതാദ്യം നീ മനസ്സിലാക്കണം. ഈ രാത്രി ഇനി നിങ്ങൾ എന്തായാലും തറവാട്ടിലേക്ക് പോകണ്ട. അരുന്ധതിയുടെ അച്ഛനും ഏട്ടന്മാരും പിന്നാലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവരിനി അവിടെ വന്ന് ബഹളം കാണിച്ചാലും ആ സമയം നിങ്ങൾ അവിടെ വേണ്ട. അവരെന്തായാലും ഇവിടെ വരാൻ പോണില്ല. ഇതൊരു സേഫ് പ്ലേസാ. ഞാനൊന്ന് തറവാട് വരെ ചെന്ന് രാഘവേട്ടനെയും നിന്റെ അമ്മാവനെയും കണ്ട് ഒന്ന് സംസാരിക്കട്ടെ. നീ എന്റെ മോനെ തല്ലിച്ചതയ്ക്കുവോ എന്റെ ഈശ്വര? നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ? അവരിപ്പോ ഇവന്റെ വീട്ടിലല്ലേ, പിന്നെന്താ പേടിക്കാനുള്ളത്? ഇനി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു വല്ല കേസെങ്ങാനും കൊടുക്കുവോ? തട്ടിക്കൊണ്ടു വന്നൊന്നും അല്ലല്ലോ. ആ കുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ. ലീഗലി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ആ അച്ഛനും മക്കളും എന്തിനും മടിക്കാത്തവരാ. നമ്മളൊരു ചാൻസ് എടുക്കണ്ട. എത്രയും പെട്ടെന്ന് അവിടെ കല്യാണം നടത്തണം. നാളെ എങ്കിൽ നാളെ തന്നെ. അതിപ്പോ പെട്ടെന്ന് നാളെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളൊന്നും വേണ്ട.
നാട്ടുകാരെയൊന്നും അറിയിക്കാനുള്ള സമയവുമില്ല. നമ്മളും നമ്മുടെ ബന്ധുക്കളും മാത്രം മതി. ഈ തറവാട്ടമ്പലത്തിൽ വെച്ച് തന്നെ ആവാ കല്യാണം. എന്താളിയാ? അതെ, അത് തന്നെ എന്റെ അഭിപ്രായം. നാളെ തന്നെ കല്യാണം.